പുഴകളെയും മരങ്ങളെയും കുറിച്ച് ഞാൻ എന്തുകൊണ്ട് കവിതകൾ എഴുതുന്നുവെന്ന് എഴുതാതിരിക്കുന്നുവെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കരുത്. വരൂ ഈ തെരുവിലെ രക്തം കാണൂ, വരൂ കാണൂ ഈ തെരുവിലെ രക്തം കാണൂ, വരൂ ഈ തെരുവിലെ രക്തം കാണൂ. ഗസയുടെ തെരുവുകളിലേക്ക് തങ്ങൾ ജനിച്ച് ജീവിച്ച് വളർന്ന മണ്ണിലേക്ക് തിരികെ വരുന്ന ഓരോ പലസ്തീനിയും, ഓരോ ഗസക്കാരനും സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത്, അവർ തിരിച്ചു വരുന്നത് അവരുടെ വീടുകളിലേക്കല്ല, ചില കോൺക്രീറ്റ് കൂനകളിലേക്കാണ്, ചില മൺകൂനകളിലേക്കാണ്. അവിടെ എവിടെയായിരുന്നു തങ്ങളുടെ വീടെന്ന് അവർക്ക് അടയാളപ്പെടുത്തി വെക്കാനെങ്കിലും എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നറിയില്ല. അങ്ങനെ മടങ്ങി വരുന്ന പതിനായിരക്കണക്കിന് മനുഷ്യർ, ലക്ഷക്കണക്കിന് മനുഷ്യർ എല്ലാം നഷ്ടപ്പെട്ട്, എന്നാൽ ജന്മനാട്ടിലേക്ക്, ഒരു പിടി മണ്ണിലേക്ക്, അവസാനമായി അന്തി ഉറങ്ങാനെങ്കിലും ഒരു പിടി മണ്ണ് ഉണ്ടല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ മടങ്ങി വരുന്നവരാണ്. അവർക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ വലിയ സഹായവും ഒക്കെ ആയിട്ട് ഇങ്ങനെ യുനർവ, UNRWA ഒക്കെ ഇരച്ചവിടെ ട്രക്കുകളുമായി ഇരച്ചു കയറും എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എങ്കിലും അവിടെ തകർന്നടിഞ്ഞു പോയ ഒരിടമാണ്. സത്യത്തിൽ അവിടേക്കാണ് ഈ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ ട്രംപ് കൊണ്ടുവരാൻ പോകുന്നത്. ട്രംപിനോട് ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ട്രംപിന് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ട്രംപിന് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് വരാനിരിക്കുന്നത് എവിടേക്കാണെന്നറിയോ? ഏതാണ്ട് 80-90% ഇടിച്ച് നിരത്തിയിട്ടിരിക്കുന്ന ഗസ എന്ന് പറയുന്ന ഒരു ചെറിയ ഭൂപ്രദേശത്തേക്കാണ്. 365 ചതുരശ്ര കിലോമീറ്റർ മാത്രം ഉള്ള ഏതാണ്ട് 22-23 ലക്ഷത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരിടത്തേക്ക്, തകർന്ന് തരിപ്പണമായ മൺകൂനകളും കോൺക്രീറ്റ് കൂനകളും മാത്രമുള്ള, റബിൾസ് മാത്രമുള്ള ഒരിടത്തേക്കാണ് ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് വരുന്നത്. അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഏതായാലും ഈ പശ്ചിമേഷ്യയിലേക്ക് വരാൻ തീരുമാനിച്ച ട്രംപ് സത്യത്തിൽ ലോകത്തിന്റെ അപേക്ഷ അതായിരിക്കും. ഈ വലിയ കരാറൊക്കെ ഉണ്ടാക്കിയ താങ്കൾ ദയവീത് ഗസയിലേക്ക് വന്നൊന്ന് കണ്ടിട്ട് പോകണം. 2 വർഷം കൊണ്ട് അവിടെ എന്താണ് ഇസ്രയേൽ ചെയ്ത് വച്ചിട്ട് പോയത് എന്ന്.